ബ്രുവറിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഒരു പുതിയ സംരംഭത്തെ പൊളിക്കാൻ കർണാടകത്തിലെ സ്വന്തം പാർട്ടിയിലെ സ്പിരിറ്റ് മാഫിയയിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് സതീശനടിച്ച ഒരു പച്ച നുണ പൊളിഞ്ഞിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഇലപ്പുള്ളി പഞ്ചായത്തിലെ 26 ഏക്കറുമായി ബന്ധപ്പെട്ട് സതീശൻ ഇന്നലെ മാപ്ര കോലുകൾക്ക് മുന്നിൽ അടിച്ച ഒരു ആധികാരിക നുണയുണ്ട്. ഇലപ്പുള്ളി പഞ്ചായത്തിൽ 26 ഏക്കർ ഈ സ്ഥലം മതിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. നാട്ടുകാരോടും പഞ്ചായത്തിനോട് ഈ കമ്പനി പറയുന്നത് കോളേജ് തുടങ്ങാനാണ്. കോളേജ് തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയുന്നത്. ഇതാണ് മദ്യനിർമ്മാണ യൂണിറ്റാണ്. കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത്. 2 കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ച 2 കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാരും ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയണം. കേട്ടല്ലോ, 26 ഏക്കർ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചത്രേ. അവിടെ വന്ന് കോളേജ് തുടങ്ങാനെന്ന വ്യാജേന സ്ഥലം വാങ്ങിയതിന് ശേഷമാണ് ഈ സർക്കാർ അവിടെ ഈ രീതിയിലുള്ള ബ്രുവറി നടത്താൻ അനുമതി കൊടുത്തു എന്ന് സതീശൻ അങ്ങ് വച്ച് കാച്ചിരിക്കുകയാണ്. പിന്നെ കേരളത്തിലെ മാപ്രകൾക്ക്, പ്രത്യേകിച്ച് സതീശന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാപ്രകൾ, അവരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്തും പറയാം. അതുകൊണ്ടാണ് ഈ വാചകം അടിച്ചത്. ഇനി ഇതിൻ്റെ വസ്തുത അറിയണ്ടേ. യഥാർത്ഥത്തിൽ ആ 26 ഏക്കർ എന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിക്കുന്ന സ്ഥലം വെറും 7 ഏക്കറാണ്. പ്രയാഗ് എന്ന സ്വകാര്യ സ്കൂള് അവിടെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി വാങ്ങിയിട്ട ഭൂമിയാണ്. തെറ്റിദ്ധരിച്ച് അവിടെ ചെന്നിട്ട് ഈ ഭൂമിയാണ് നിലവിൽ ബ്രുവറി തുടങ്ങാൻ പോകുന്ന സ്ഥലം, നാട്ടുകാരെ പറ്റിച്ചു എന്ന നിലയ്ക്ക് സതീശൻ അടിച്ചിറക്കിയത്. ഇനി ആ ഭൂമിയുടെ ഉടമ തന്നെ പറയുന്നതൊന്ന് കേട്ടെ. അവിടെ 22 ഏക്കർ ഇല്ല. ഞങ്ങൾ കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ്ങിന് വാങ്ങിയ 7 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തുള്ള സ്ഥലം അത് ബ്രുവറിയോ ആരോ കമ്പനിക്കാർ വാങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അവർ സത്യം പറഞ്ഞാൽ ഒരു അപ്പുട്ടിയേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞങ്ങളെയും സമീപിച്ചിരുന്നു 1 വർഷം മുന്നേ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കോളേജ് നടത്തുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജ് നടത്താനായിട്ട് ഞങ്ങൾ എല്ലാ അപ്രൂവലും പെർമിഷനോട് കൂടി ഇവിടെ 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരങ്ങോട്ട് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വാർത്ത ചില മാധ്യമ സുഹൃത്തുക്കൾ വന്ന് പറയുന്നതും ഇന്നലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നമ്മളിങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ഈ മതിൽ കിട്ടിയ സ്ഥലത്താണ് ഈ കോളേജ് ബ്രുവറി വരുന്നതെന്ന് പറയുന്നത് തീർത്തും സത്യവിരുദ്ധമായ കാര്യമാണ്. ആ മതിൽ കിട്ടിയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം കോളേജിന്, പ്രയാഗ എന്ന് പറയുന്ന കോളേജിന് 300ഓളം കുട്ടികൾ, അട്ടപ്പാടി എന്ന് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതാണ് ഏത് വിഷയത്തെക്കുറിച്ചും പഠിച്ചും അന്വേഷിച്ചും മാത്രം പറയുന്ന സതീശൻ എന്ന വെറും ഡയലോഗടി വീരൻ. ഡയലോഗ് അല്ലാതെ ഒരു കാര്യത്തിൽ പോലും കൃത്യമായി അന്വേഷിക്കാതെ വായിൽ തോന്നുന്ന വിളിച്ചു പോവുന്ന ഈ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പിണറായി വിരോധം കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണെന്ന് വീണ്ടും തെളിയുന്നില്ലേ. സ്പിരിറ്റ് മാഫിയ കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാര്യം കർണാടകത്തിലെ സ്പിരിറ്റ് മാഫിയ ആണല്ലോ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കൂടി അന്നദാതാക്കൾ. ഇവിടുത്തെ പാർട്ടി ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നതും കർണാടകയിൽ നിന്നാണല്ലോ. ഈ നാട്ടിൽ ഇങ്ങനൊരു ബ്രുവറി യൂണിറ്റ് വന്നാൽ സ്വാഭാവികമായിട്ടും കർണാടകയിലെ ഈ സ്പിരിറ്റ് മാഫിയയിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലമായി കോടിക്കണക്കിന് രൂപയുടെ സ്പിരിറ്റ് വാങ്ങൽ അവസാനിക്കുമല്ലോ. ചില്ലറ പൈസയാണോ നഷ്ടപ്പെടാൻ പോകുന്നത്? അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അവിടുത്തെ മാസപ്പടി വീരന്മാരായിട്ടുള്ള 2 നുണ ഫാക്ടറികളെ ഇറക്കി അവർക്ക് സ്വാധീനമുള്ള മാപ്രകൾക്ക് കൂടി പണം കൊടുത്ത് വ്യാജ വാർത്ത അടിപ്പിക്കാം. അതാണ് ലക്ഷ്യം വെച്ചത്. എന്തായാലും ഉടമ പുറത്തു വന്ന് സത്യം പറഞ്ഞതോടുകൂടി ഇതുവരെ വച്ച വായ് തുറന്നിട്ടില്ല. അതങ്ങനെയാണല്ലോ. തിരിച്ച് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പൊട്ട തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞാലും സതീശനോട് ചോദ്യമുണ്ടാകില്ല. ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇമ്മാതിരിയുള്ള പച്ച നുണകൾ ഈ നാടിൻ്റെ സംരംഭങ്ങളെ തകർക്കാൻ വേണ്ടി ഉന്നയിച്ചു വിടുന്നത്. ഒരിടത്ത് ഈ നാട്ടിൽ പുതിയ സംരംഭങ്ങൾ വരുന്നില്ലേ എന്ന് പ്രചരണം. വരുന്നവരെ എങ്ങനെയൊക്കെ ഓടിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ കഥ മെനയാം, അതിനുവേണ്ടി എന്തെങ്കിലും പൂർവ്വകാലത്തുള്ള ഏതെങ്കിലും പഴംപുരാണം പൊക്കിക്കൊണ്ടുവന്ന് കെട്ടഴിച്ച് ആൾക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങളോടോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിനോ യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയുമില്ലാത്ത വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവാണെന്ന് പറയേണ്ടി വരുന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷേ ഈ നാട്ടിൽ മാത്രമേ കാണുള്ളൂ എന്നതും വംശനാശം സംഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഐറ്റമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്.